ഹായ് ഡിയർ സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രഭാവതിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഗൗരി ആണെങ്കിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഭാർഗവി വന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോഴേക്കും മുരളി ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്ത് പറ്റി? ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുവാണല്ലോ, എന്താ പ്രശ്നം? അമ്മയായിട്ട് എന്തെങ്കിലും വഴക്കിട്ടോ നീ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭാർഗവി പറയുന്നുണ്ട്, ഞാനായിട്ട് അവൾ ഒരു വഴക്ക് വിട്ടിട്ടില്ല മോനെ, പക്ഷേ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്നത് നേരത്തെ ഞാൻ കാണുന്നുണ്ട്, എന്താണെന്ന് എനിക്കും അറിയില്ലെന്ന് പറയുമ്പോൾ മുരളി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഗൗരി, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗൗരിയാണെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നുമില്ല, ഇന്നാണെങ്കിൽ അമ്മ വന്നപ്പോഴേക്കും ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചാണെന്നൊക്കെ മുരളിയെടുത്ത് പറയുന്നുണ്ട് ഗൗരിയാണെങ്കിൽ. അങ്ങനെ ഗൗരിയാണെങ്കിൽ ഒടുവിൽ പറയുന്നുണ്ട്, ഇന്ന് പ്രകാശനാണെങ്കിൽ ഇവിടെ വന്നിരുന്നു, അത് ഭാർഗവി അമ്മയും പ്രഭാവതി അമ്മയും കാണാനായിട്ട്. എന്തൊക്കെയോ അമ്മ പറയുന്നത് കേട്ടായിരുന്നു, അതൊക്കെ ആലോചിച്ചിട്ട് ആകെ മൊത്തം ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഞാൻ. എന്താ എനിക്കൊന്നും അറിയില്ല, പക്ഷെങ്കിൽ അവൻ എന്തൊക്കെയോ ഒരു കാര്യം ചെയ്യുന്നത് പോലെ എൻ്റെ മനസ്സിങ്ങനെ പറയുകയാണ് എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഓരോന്ന് ആലോചിച്ച് പോയതാ മുരളിയേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഭാർഗവി ഓടി വന്ന് പറയുന്നുണ്ട്, പ്രകാശൻ നല്ലൊരാളാണ്, അവനെ ഒരുപാട് വിശ്വസിക്കാനൊക്കെ കൊള്ളാം, അവനല്ല മറ്റവളെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുരളി പറയുന്നുണ്ട്, അവനൊരു ജയിൽ പുള്ളിയാണ്, അത് നിങ്ങളാരും മറന്നു പോകണ്ട, കാരണം അവന് ഏത് തന്ത്രവും അറിയാം. അവനെയും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്, കാരണം ഇന്ന് നന്ദനെ കാണാതായിട്ട് ഒരുപാട് ദിവസങ്ങളായി, ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് പ്രകാശിൻ്റെ വരവ്, ഇതിലെന്തൊക്കെയോ ഒന്ന് ഉണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മുരളി ഇങ്ങനെ ഗൗരിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുരളിയാണെങ്കിൽ ഗൗരിയോട് പറയുന്നുണ്ട്, ഇനി അവൻ വന്നാൽ എന്തായാലും തീർച്ചയായിട്ടും എന്നെ ആ സമയം തന്നെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആണെങ്കിൽ മുരളിയാണെങ്കിൽ ഋഷിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്താ മോനെ ആകെ മൊത്തം വിഷമത്തിലാണല്ലോ, നീ ഇങ്ങനെ ഇവിടുന്ന് എങ്ങനെ പുറത്തു ചാടാം എന്നൊക്കെ ആലോചിച്ചിട്ട് തല പുണ്ണാക്കാതെ ഇതാ ഇവിടുന്ന് കിട്ടുന്ന നല്ല ഭക്ഷണവും വസ്ത്രങ്ങളും എല്ലാം ധരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലാതെ ഇപ്പം എനിക്ക് നിന്നോട് വേറെ ഒന്നും പറയാനില്ല. അപ്പോഴേക്കും ഋഷി ആളിക്കത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേന്ന് താൻ ഇത്ര ദിവസമായിട്ടും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ പ്രകാശം പറയുന്നുണ്ട്, അതൊക്കെ പറയാം, അതിനൊക്കെ ഒരുപാട് സമയം ഇനിയും ഉണ്ട്, എന്തായാലും നിൻ്റെ അമ്മയെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ അതങ്ങ് മാറ്റി വെച്ചേക്ക്, എന്തായാലും നിൻ്റെ അമ്മയ്ക്കും ഇതിലൊരു പങ്കുണ്ടെന്ന് നീ കൂട്ടിക്കോ, കൂടെ നന്ദന ഒരു പങ്ക് ഇതിലെന്തായാലും ഉണ്ടെന്നൊക്കെ ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ട്. പ്രകാശം പറയുന്നുണ്ട്, നിനക്കിവിടെ എന്താണോ വേണ്ടത് അതൊക്കെ ഇവിടെ നിനക്ക് കിട്ടും, അതുകൊണ്ട് നീ ഒരു പേടിയും പേടിക്കാതെ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ, മറ്റുള്ള ഗുണ്ടകളെ പോലെയൊന്നുമല്ല ഞങ്ങളെന്ന് പറഞ്ഞിട്ട് പ്രകാശനാണെങ്കിൽ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. ഇതിനെല്ലാം ശേഷം നമ്മുടെ ശാരികയാണെങ്കിൽ ഒടുവിൽ ദേവികയായിട്ട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദേവികയോട് പറയുന്നുണ്ട്, ഞാൻ ചേച്ചിയോട് പറയുന്ന കാര്യങ്ങൾ കേട്ട് ചേച്ചി ഒരിക്കലും എന്നെ ഒന്നും പറയാതിരിക്കണം, കാരണം എനിക്ക് ഇതൊക്കെ വേണ്ടി ചെയ്യേണ്ടി വന്നത് ചേച്ചിക്ക് വേണ്ടി മാത്രമാണ്, പക്ഷെങ്കിൽ കാര്യം എന്താണെന്ന് നീ പറഞ്ഞില്ലല്ലോ ശാരി ഇതുവരെയായിട്ടുമെന്ന് ചേച്ചിയാണെങ്കിലും പറയുന്നുണ്ട്. അപ്പോഴേക്കും ശാരി പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് കെവിനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു, ആ ബന്ധത്തിലൂടെയാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോൾ ആദ്യം ദേവിയ ഒന്ന് അമ്പരക്കുന്നുണ്ട്. കെവിനായിട്ട് നിനക്ക് എന്ത് ബന്ധമാണ്, നീ എന്തിനാണ് അങ്ങനൊരു ബന്ധം തിരഞ്ഞെടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഷാരി പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ ഈ കാര്യം ചേച്ചി അറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട് ഷാരിയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ദേവിക പറയുന്നുണ്ട്, ഇതിന് മാത്രം നിനക്ക് എന്താ മോളെ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഷാരി പറയുന്നുണ്ട്, ഇന്ന് ഞാൻ കെവിനും ഇസബെല്ലയുടെ വാഹനത്തിൽ കയറിയിട്ട് അവരറിയാതെ എടുത്ത ഒരു വീഡിയോ ആണിത്, ഇതിൽ ചേച്ചി എന്താണ് അറിയാൻ പോകുന്നതെന്ന് വെച്ചാൽ നന്ദേട്ടനെ അവരാണ് തട്ടിക്കൊണ്ടു പോയത്, നന്ദേട്ടൻ അങ്ങനെ നമ്മുടെ ഇസബെല്ലയായിട്ടുള്ള ബന്ധങ്ങൾക്കൊക്കെ കീഴടങ്ങേണ്ടി വന്നത് നമ്മുടെ നന്ദേട്ടനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ദേവികയാണെങ്കിൽ ഒന്ന് അമ്പരക്കുന്നുണ്ട്, എന്താ മോളെ നീ പറയുന്നത്, അപ്പോൾ നന്ദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു എന്നുള്ള രീതിയിൽ ദേവിക നമ്മുടെ ശാരികയെടുത്ത് ചോദിക്കുന്നുണ്ട്. ശാരിക പറയുന്നുണ്ട്, അത് തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത് ചേച്ചി, പക്ഷെങ്കിൽ അവർ നന്ദേട്ടനെ ഇപ്പോൾ കസ്റ്റഡിയിൽ നന്ദേട്ടനില്ല, ആ കാര്യം ഇസബെല്ല നമ്മുടെ കെവിനോട് പറയുന്നത് ഞാൻ കേട്ടതാണ്, ഇസബെല്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മുടെ ശാരിയുടെയും ദേവികയുടെയും അമ്മ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ഈ കാര്യം എനിക്ക് മുൻപ് ഒരിക്കലും മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിത്തിരിച്ചത് ചേച്ചിക്ക് വേണ്ടിയിട്ട്, അങ്ങനെയാണ് കെവിനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ഏർപ്പെടുന്നത്,
അല്ലാതെ കെവിനോട് ആത്മാർത്ഥ സ്നേഹമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷെങ്കിൽ നന്ദേട്ടൻ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലല്ല ഉള്ളത്. അപ്പം നമ്മുടെ ദേവിക പറയുന്നുണ്ട്, ഞാനെന്തായാലും ഇപ്പം തന്നെ ആ SIയെ വിളിച്ചിട്ട് ഒന്ന് കാര്യം വിളിച്ച് പറയട്ടെ. അപ്പോഴേക്കും ഷാരിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നുണ്ട്. ചേച്ചി എന്താ വിചാരിക്കുന്നത്? അയാൾ ആരാണെന്നറിയാമോ? ഇസബെല്ലയുടെ അച്ഛൻ്റെ അനിയനാണ്. അന്ന് എന്ന് വെച്ചാൽ അവളുടെ പാപ്പൻ. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇത്രയും നാളായിട്ട് തെളിയാതെ പോയത് ചേച്ചി മറ്റാർക്കെങ്കിലും കേസ് കൈമാറുന്നതായിരിക്കും ചേച്ചിക്ക് നല്ലത്. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നന്ദേട്ടനെ കണ്ടുപിടിക്കാനും ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഇപ്പോൾ ഈ ചേച്ചി ഈ കാര്യം ആരോടും മറച്ചു വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മറച്ചു വെച്ചാൽ മാത്രമേ നന്ദേട്ടൻ സേഫായിട്ട് നമ്മുടെ കയ്യിൽ എത്തുകയുള്ളൂ. ഈ കാര്യം നമ്മൾ അറിഞ്ഞത് മറ്റൊരാളും തന്നെ അറിയാൻ പാടില്ല. പക്ഷേങ്കിൽ ചേച്ചി ഇപ്പം തന്നെ ഇത് സിദ്ധാർത്ഥ അച്ഛനെയും പിന്നെ പ്രഭാവതി അമ്മയും അറിയിച്ചേ മതിയാവുള്ളൂ. അവരെങ്കിലും സമാധാനമായിട്ട് ഇരിക്കട്ടെ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഇസബെല്ലയുടെയും കെവിൻ്റെയും സ്നേഹനാടകം അവരുടെ മുമ്പിൽ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയും കൂടെ ചേച്ചി ഇങ്ങനെ തന്നെ പോയിട്ട് അവരോട് പറയണം. എങ്കിലും മാത്രമേ ഇതൊക്കെ ഇതാവുള്ളൂ. കാരണം പ്രഭാവതി അമ്മയ്ക്ക് ഇസബെല്ല എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. അതൊക്കെ ഇപ്പോഴങ്ങ് മാറിക്കോളും. അപ്പോഴേക്കും ദേവികയാണെങ്കിൽ ശരി, ഞാനെന്നാൽ അച്ഛനോട് പോയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് വരാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അച്ഛനാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളും. എന്തായാലും ഇപ്പം നന്ദൻ എന്തുകൊണ്ടാണ് കാണാതായതെന്നും എന്താണ് കണ്ടുപിടിക്കാൻ വൈകുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോഴേക്കും നമ്മുടെ ദേവികയാണെങ്കിൽ ഷാരു പറഞ്ഞ പോലെ തന്നെ അതിരാവിലെ തന്നെ നമ്മുടെ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനെയും പ്രഭാവതിയും കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. സിദ്ധാർത്ഥനും പ്രഭാവതിയാണെങ്കിൽ എന്താ മോളെ നീ ഇങ്ങനെ രാവിലെ തന്നെ വന്നു നിൽക്കുന്നത്, എന്തു പറ്റി? ആകെ മൊത്തം ഒരു ടെൻഷനിലാണല്ലോ. എന്തെങ്കിലും വിവരം കിട്ടിയോന്നൊക്കെ പ്രഭാവതിയാണെങ്കിൽ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, എനിക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ ഇസബെല്ലയും കെവിനും ആരാണെന്നാണ് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത്. അത് പിന്നെ നമ്മുടെ നന്ദൻ്റെ കൂട്ടുകാരാണെന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ പിന്നെ അതങ്ങനെയല്ല അമ്മേ. അവർ ഭയങ്കരമായിട്ട് നമ്മുടെ നന്ദിനി നമ്മളെയൊക്കെ പറ്റിക്കുമായിരുന്നു. അവരാണ് നന്ദനെ തട്ടിക്കൊണ്ടു പോയതും അവരിൽ നിന്ന് മറ്റൊരാളാണ് നന്ദനെ ഇപ്പോൾ തട്ടിയെടുത്ത് അവിടെ വച്ചിരിക്കുന്നതും. അപ്പോഴേക്കും നമ്മുടെ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ മോളെ ഇങ്ങനെ തന്നെ പറയുന്നത്? ഇതൊക്കെ ഇനി അടുത്ത കള്ളമാണോ എന്നെ വിശ്വസിപ്പിക്കാമെന്ന് ചോദിക്കുമ്പം, അല്ലമ്മേ, എനിക്കമ്മയെ ഒരിക്കലും കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ആവശ്യങ്ങളില്ല. പക്ഷെങ്കിൽ അമ്മ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നന്ദനെ കാണാത്തതും ഇതൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒന്ന് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ പിന്നിൽ അവർ മാത്രമല്ല മറ്റു കുറേ ആൾക്കാരും കൂടെയുണ്ട്. എന്നാലും നന്ദനോട് ഇത്രയും പക ഉള്ളത് ആർക്കാണ്? എന്തിനാണ് അവനെ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്നൊക്കെ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ ദേവിയോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അവളെ കണ്ട് നല്ല 4 വർത്തമാനം പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സിദ്ധു പറയുന്നുണ്ട്, എന്തായാലും നീ ഇപ്പോൾ ഇങ്ങോട്ടും പോകണ്ട പ്രഭാവതി. കാരണം നീ ഇന്ന് പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മുടെ മകൻ്റെ ജീവൻ തന്നെയാണ് ആപത്തിലാവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ ആദ്യം ക്ഷമയോടെ ഇരിക്കുക. നമുക്ക് എന്തായാലും കാര്യം വേറൊരു SIക്ക് കൈമാറാമെന്നല്ലേ ദേവിക മോളിപ്പോൾ പറഞ്ഞത്. SI പോലും നമ്മളെ ചതിക്കുമായിരുന്നല്ലോ അച്ഛ. അതുകൊണ്ടാണ് കേസ് ഇത്രയും വൈകാൻ കാരണം. അല്ലെങ്കിൽ നന്ദനെ നമുക്ക് പണ്ടേ എപ്പോഴോ കിട്ടിയേനെ. എന്തായാലും ഇനി മറ്റൊരാൾക്ക് കേസ് കൈമാറണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മറ്റൊരാളും പുറത്തറിയാൻ പാടില്ലെന്നുള്ള പ്രഭാവതിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നുണ്ട് സിദ്ധു ആണെങ്കിൽ. നിനക്ക് നിൻ്റെ മകനെ തിരിച്ച് കിട്ടണമെങ്കിൽ നീ ഈ കാര്യമെങ്കിലും അവന് വേണ്ടി ചെയ്തേ മതിയാവുള്ളൂ പ്രഭാവതി എന്നൊക്കെ നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.